മേഡം ഇപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാലോ. ഇതെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്റ്റാഫുകളെ എല്ലാവരും ഒന്ന് വിളിച്ചോളൂ. ഫെബ്രുവരി 28 മുതൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന HPV വാക്സിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? HPV വാക്സിൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്ന് പറയും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസിൻ്റെ ഇൻഫെക്ഷൻ വന്നാൽ ചില ആളുകളിൽ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാം. സെർവിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ താഴെ ഭാഗത്തുള്ള സ്ഥലമാണ്. സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാം, വജൈനൽ ക്യാൻസർ ഉണ്ടാവാം, അതുപോലെ വൾവൽ ക്യാൻസർ ഉണ്ടാവും. പിന്നെ ആനൽ ക്യാൻസറും നമ്മുടെ വായിൽ ഓറോഫാരിഞ്ചൽ ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മെയിൽസിലാണെങ്കിൽ ഏനൽ ക്യാൻസർ വരാം, പെനിസിൽ ക്യാൻസർ വരാം, ഓറോഫാരിഞ്ചൽ ക്യാൻസറും വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തടയാനുള്ള ഒരു വാക്സിനാണ് നമ്മുടെ ഈ HPV വാക്സിൻ അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് 14 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്കാണ്. 14നും 15നും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് കൊടുക്കാവൂ. ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുന്നത് 14 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്കാണ്. എന്നാൽ 9 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരുപോലെ എടുക്കാവുന്ന ഒരു വാക്സിനാണിത്. എത്രയും നേരത്തെ എടുക്കുന്നോ അത്രയും പ്രൊട്ടക്ഷൻ കൂടുന്നു മാത്രം. ഈ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ എന്താ കാരണം? സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഫീമെയിൽസിൽ കാണുന്ന സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ആണ്. നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ ആണ്. അതുപോലെ തന്നെ ഓരോ 8 മിനിറ്റിലും ഒരു ലേഡി സെർവൈക്കൽ ക്യാൻസർ കാരണം മരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ലോകത്തിലുള്ള എല്ലാ സെർവൈക്കൽ ക്യാൻസർ പേഷ്യൻസിനെ എടുത്താൽ അതിൽ 25% പേഷ്യൻസ് ഇന്ത്യയിലാണുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത്തരത്തിലൊരു ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതിപ്പോൾ പുതിയ വാക്സിനാണോ? ഈ HPV വാക്സിൻ ഒരു പുതിയ വാക്സിൻ ആണോ എന്നല്ലേ ചോദിച്ചത്? അല്ല, ഇതൊരു പുതിയ വാക്സിൻ അല്ല. 2006 മുതൽ ഒരു 160ഓളം രാജ്യങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിനാണ്. എബൌട്ട് 50 കോടിയോളം ലേഡീസ് ഓൾറെഡി എടുത്തിട്ടുള്ള ഒരു വാക്സിനും കൂടിയാണ് HPV വാക്സിൻ. മാഡം, മെയിൽസിന് ഈ വാക്സിൻ എടുക്കണമെന്നുണ്ടോ? മെയിൽസിന് എടുക്കാവുന്ന ഒരു വാക്സിൻ തന്നെയാണിത്. 9 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള മെയിൽസിനാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു 4000 രൂപയുടെ അടുത്ത് കൊടുത്ത് മെയിൽസിനും എടുക്കാവുന്നത് തന്നെയാണ്. അവർക്ക് ഏനൽ ക്യാൻസറിനും പെനൈൽ ക്യാൻസറിനും ഒക്കെ എതിരെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഈ വാക്സിൻ. മാഡം, ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഇത് ഏത് വാക്സിൻ്റെ കാര്യം പറയുമ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കൊറോണ വാക്സിൻ എടുത്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ക്യാൻസറിന് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു വാക്സിൻ ഉണ്ട്, വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത, കുറേ കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിനാണ്. 14 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്തെത്തിക്കുക.